ഇതൊരു സക്സസ് സ്റ്റോറിയാണ്. വീട്ടിൽ നിന്ന് ബിസിനസ് കളിച്ച് റാഫി ഒരു നാഷണൽ ചാമ്പ്യനായ കഥ. ഈ കഥ തുടങ്ങുന്നത് ഞങ്ങളുടെ ലക്ഷദ്വീപ് ട്രിപ്പിൽ നിന്നാണ്. ക്രൂസിലാണ് പോകുന്നതെന്നുള്ളതുകൊണ്ടും നടുകടലിൽ കണക്ടിവിറ്റി ഒട്ടും തന്നെ ഇല്ല എന്നുള്ളതുകൊണ്ടും ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ബിസിനസ് ഗെയിം വാങ്ങിച്ച് പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ക്രൂസൊക്കെ ചുറ്റിക്കറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള റൂമിലിരുന്നിട്ട് ഞങ്ങൾ ബിസിനസ് കളിക്കാൻ തുടങ്ങി. കളിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. എങ്ങനെ കളിച്ചാലും റാഫിയാണ് അവസാനം വിന്നർ. കളി കഴിയുമ്പോൾ അവൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടാവും. ആദ്യമൊക്കെ അതൊരു ലക്കായിട്ടാണ് വിചാരിച്ചെന്നുണ്ടെങ്കിലും പോകെ പോകെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഹീസ് റിയലി ഗുഡ് ഇൻ മാത്സ്. ഷിപ്പിലത്തെ യാത്ര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബോംബെയിലുള്ള എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. രാത്രി മുഴുവനും പുലർച്ചെ 3 മണി വരെയും ചേച്ചിയുടെ പിള്ളേരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ബിസിനസ് കളിച്ചു. തുടർന്ന് അങ്ങോട്ട് ഒട്ടുമിക്ക എല്ലാ യാത്രകളിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് റാഫി ബിസിനസ് കളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവനെ അബാക്കസിന് ജോയിൻ ചെയ്യിപ്പിച്ചത്. അബാക്കസിൻ്റെ നാഷണൽ ലെവൽ എക്സാം വന്നപ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് 100 ക്വസ്റ്റ്യൻസ് ഉള്ള 3 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് ഏറ്റവും കുറഞ്ഞ ടൈമിൻ്റെ ഉള്ള ആൻസർ ചെയ്യണം. അതാണ് ചലഞ്ച്. ആദ്യമൊക്കെ ഞങ്ങൾ ഈ റാഫി എടുത്തിരുന്നത് 12 മിനിറ്റ്സ് ഒക്കെയാണ് എക്സാം ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ചാറ്റ് ജിപിടിയുടെ സഹായത്തോടെ ഒരു 30 ക്വസ്റ്റ്യൻ പേപ്പർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഉണ്ടാക്കിയെടുത്തു. അവസാനം എക്സാമിൻ്റെ ദിവസം 100 ക്വസ്റ്റ്യൻസ് 6 മിനിറ്റും 7 സെക്കൻഡും കൊണ്ടാണ് റാഫി ആൻസർ ചെയ്തത്. അങ്ങനെ അവൻ സോണൽ ലെവൽ ചാമ്പ്യനായി.